പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായി നല്ല പ്രഭാതം. വീണ്ടും നിങ്ങളോടൊപ്പം ഓണിമണ്ണായിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ അതിയായിട്ട് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലേഖനങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് വെച്ചത് 1-2 മെസ്സേജുകൾ സ്റ്റോപ്പാകാൻ കാരണം ശാരീരികമായിട്ട് ചില പ്രയാസത്തിലൂടെ പോയതായിരുന്നു. ഹോസ്പിറ്റലൊക്കെ ആയി. എന്നാൽ ദൈവം സൗഖ്യം തന്ന് ആരോഗ്യം തന്ന് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നതിൽ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ കൂട്ടായ്മയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ദൈവനാമം മഹത്വത്തിനായിട്ട് മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണിത്. എല്ലാ ദിവസവും യാതൊരു വിധത്തിലുള്ള തടസ്സം കൂടാതെ നിങ്ങളുടെ കരങ്ങളിൽ രാത്രി 12 മണിക്ക് തന്നെ എത്തിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലും ഇതൊരു ആത്മീയ ശുശ്രൂഷ ആയതുകൊണ്ട് പല മേഖലകളിൽ ഫൈറ്റിങ്ങുകളുണ്ട്. ഇരുട്ടിൻ്റെ ശക്തികൾ പല രീതിയിൽ തടസ്സങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും പൗലോസ് പറയുന്നത് പോലെ നിങ്ങളും പ്രാർത്ഥനയാൽ എന്നെ തുണയ്ക്കുന്നുണ്ടല്ലോ. പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. അല്പമില്ലാത്ത പ്രയാസത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി. എങ്കിലും ദൈവം ആശ്വാസവും സൗഖ്യം നൽകി തന്നു. സ്തോത്രം. വീണ്ടും നമ്മൾ ലേഖന പഠന പരമ്പരയിലേക്ക് തിരിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ 3 പദങ്ങൾ പ്രധാനമായിട്ട് ചിന്തിച്ചു. തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, മുൻ നിയമിച്ചു. ഇത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന പദം എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫെസ്യ ലേഖനത്തിലെ സുപ്രധാനമായൊരു പദമാണ് വീണ്ടെടുപ്പ് അഥവാ റിഡംഷൻ. ആമേൻ. വളരെ ആധികാരികമായ പദത്തിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി തന്ന ചിന്തകൾ ഈ പഠന പരമ്പരയിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആവേശമുണ്ട്. ആമേൻ. താല്പര്യമുണ്ട്. ആമേൻ. നഷ്ടപ്പെട്ടു പോയതിനെ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, ആർക്കും വേണ്ടാത്തതിനെ വില കൊടുത്ത് തിരിച്ചു മേടിക്കുന്നതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നരകത്തിൻ്റെ വിറക് കഷ്ണങ്ങളായിട്ട് ആർക്കും വേണ്ടാതെ ജനിക്കുക, മരിക്കുക, നരകത്തിലേക്ക് പോവുക, അങ്ങനെ വിധിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ സ്വർഗ മഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നസ്രായൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് നമ്മുടെ ആമേൻ വിടുതൽ ആരംഭിച്ചു. നമ്മുടെ വീണ്ടെടുപ്പ് ആരംഭിച്ചു. അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആമേൻ. നമ്മളെല്ലാവരും പ്രിയരെ നരകത്തിൻ്റെ വിറകഷ്ണങ്ങളായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. പാപത്തിൻ്റെ ആ ചന്തയിൽ, അടിമച്ചന്തയിൽ ഞാൻ നിങ്ങൾ നിൽക്കുന്ന ഒന്ന് ചിന്തിച്ചേ. എന്നെ നിങ്ങളെ ആർക്കെങ്കിലും വേണോ? ആർക്കും വേണ്ട. പല അടിമകൾ അവിടെ നിൽക്കുന്ന നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ. ഹല്ലേലൂയ. ഒന്നിൻ്റെ വില 500, അടുത്തതിൻ്റെ വില 100, അടുത്തതിൻ്റെ വില 50, അടുത്തതിൻ്റെ വില 5 രൂപ. ഈ 500-നെയും 100-നെയും 50-നെയൊക്കെ ആൾക്കാർ മേടിച്ചോണ്ട് പോകും. നല്ല ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ 5 രൂപ വിലയുള്ളതിനെ ആർക്കും വേണ്ട. കണ്ണൊട്ടി, കവളൊട്ടി, അവൻ ശോഷിച്ച് അങ്ങനെ നിൽക്കുന്നതിനെ ആർക്കെങ്കിലും വേണോ? ഒരു പ്രാരാബ്ധമാണ്, ഒരു ബാധ്യതയാണ്. ഒരാൾ ഓടി വന്നിട്ട് പറയുക, ഇതിനെ എനിക്ക് വേണം, ഇതിനെ എനിക്ക് വേണം. ഇതാ പ്രിയരെ വീണ്ടെടുപ്പെന്ന് പറയുന്നത്. ചിലരെന്തിനാ തുള്ളിച്ചാടി ദൈവത്തെ അങ്ങ് അധികമായിട്ട് സ്തുതിക്കുന്നത്? ആമേൻ. അവർക്ക് ആ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടെടുപ്പിൻ്റെ വില അത്രയ്ക്ക് വലുതാണ്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട് 49-7 മുതൽ 9 വരെ. എന്തുവാ? സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയത്തില്ല. പഴയ നിയമത്തിൽ അവൻ കൈമലർത്തുക. വീണ്ടെടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? വീണ്ടെടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഹല്ലേലൂയ. നോക്കിയേ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാ പുതിയ നിയമത്തിൽ ഒരാൾ വന്നിട്ട് പറയാ, അവൻ എൻ്റേതാ, അവൾ എൻ്റേതാ. ഹല്ലേലൂയ. പഴയ നിയമത്തില് രൂത്തിന്റെ പുസ്തകത്തിനകത്തൊരു വീണ്ടെടുപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. സകലതും നഷ്ടപ്പെട്ട് ആമേൻ മോവാബിൽ നിന്ന് തിരിച്ചു വന്ന നവോമിക്കൊരു വീണ്ടെടുപ്പ്, റൂത്തിനൊരു വീണ്ടെടുപ്പ്. അതിനുവേണ്ടി ബോവസ് ചെയ്യുന്നത് എന്തുവാണെന്നറിയാമോ? ബോവസ് തൻ്റെ സകലതും
ആ കുടുംബത്തിനു വേണ്ടി സബ്മിറ്റ് ചെയ്യുക, ആ കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുക. എന്നാൽ മാത്രമേ, അത്രയ്ക്ക് വില കൊടുത്തെങ്കിൽ മാത്രമേ ആ കുടുംബത്തെ വീണ്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതാ ബോസ് ചെയ്തത്. പ്രിയരെ, കാൽവറിയിൽ ഇതല്ലേ നടന്നത്? കാൽവറിയിൽ ഇതല്ലേ നടന്നത്? എന്നെ നിങ്ങളെ ആർക്കെങ്കിലും വേണമായിരുന്നോ? ബാധ്യതകൾ കൊണ്ട്, പ്രാരാബ്ദങ്ങൾ കൊണ്ട് ക്രൂശിൻ്റെ ശത്രുക്കളായിരുന്ന നമ്മളെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, നാം പാപികളായിരിക്കുമ്പോൾ, നാം അഭക്തരായിരിക്കുമ്പോൾ, നാം ശത്രുക്കളായിരിക്കുമ്പോൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ, കണ്ടോ നമ്മുടെ യോഗ്യതകളാ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ, ആമേൻ. പിശാചിൻ്റെ അടിമച്ചന്തയ്ക്കകത്ത് ഇരുട്ടിൻ്റെ അധികാരത്തിൽ കിടന്ന എന്നെ നിങ്ങളെ സർവകൃപാലുവായ ദൈവം വീണ്ടെടുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ആലയത്തിനകത്തൊക്കെ വന്നിരുന്ന് ഉറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വീണ്ടെടുപ്പിൻ്റെ വില അവർ മനസ്സിലാക്കിയെങ്കിൽ തുള്ളിച്ചാടി തിമിർത്ത് ദൈവത്തെ ആരാധിക്കുവാനായിട്ടിടയായി തീരും. കർത്താവ് സഹായിക്കട്ടെ. ഈ വീണ്ടെടുപ്പിൻ്റെ വില മനസ്സിലാക്കി ഓരോ ദിവസവും നമുക്ക് മുന്നേറാം. 3 തരത്തിലുള്ള വീണ്ടെടുപ്പുണ്ട്. ഒന്ന്, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഓൾറെഡി ഇതുവരെ നടന്നിട്ടില്ല. ഹല്ലേലൂയ. അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വരവെങ്കിലാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിനകത്ത് രോഗമുള്ളത്, അതുകൊണ്ടാണ് ഈ ശരീരത്തിനകത്ത് കഷ്ടതയുള്ളത്. എന്തെങ്കിലും ഒരു വേദനാജനകമായ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ കരയുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് ഇതുവരെ നടക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നടക്കും, വേഗത്തിൽ നടക്കും. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നെന്നാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കാത്തുകൊണ്ട്, പുത്രത്വത്തിൻ്റെ ആ ഒരു അനുഭവം കാത്തുകൊണ്ട് സൃഷ്ടികൾ നോക്കിയിരിക്കുകയാണ് നമ്മുടെ വീണ്ടെടുപ്പ് കാണാനായിട്ട്. 1, ശരീരത്തിൻ്റെ. 2, ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കേട്ടോ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നു കഴിഞ്ഞു. സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുന്നതെന്നാണ് പൗലോസ് പറയുന്നത്. മറക്കരുത് കേട്ടോ. സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുക, മറക്കരുത്. 3-മത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശത്തിൻ്റെ വീണ്ടെടുപ്പ്. നോക്കിയാൽ അവകാശങ്ങളുണ്ട്. പുത്രത്വത്തിനകത്തുള്ള അവകാശങ്ങൾ ഒത്തിരി ഉണ്ട്. ഏറ്റവും വലിയ അവകാശമാണ് നിത്യജീവൻ. 2, നിത്യതയിലെ അനുഗ്രഹങ്ങൾ എല്ലാം ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന അതാ അവകാശത്തിൻ്റെ വീണ്ടെടുപ്പിനകത്തുള്ളതാണ്. അതെല്ലാം പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. വീണ്ടെടുപ്പ് എന്നുള്ളൊരു വിഷയം ശാന്തമായിട്ട് ഞങ്ങൾക്ക് ചിന്തിക്കുവാനിടയായല്ലോ. പാപത്തിൻ്റെ അടിമച്ചന്തയിൽ ആർക്കും വേണ്ടാതിരുന്ന ഞങ്ങളെ റാൻസം മണി കൊടുത്ത് കർത്താവേ, ഹല്ലേലൂയ, വീണ്ടെടുപ്പ് വില കൊടുത്ത് അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ കർത്താവേ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ നിലവിളി കർത്താവേ ആർക്കും വീണ്ടെടുപ്പാൻ കഴിയത്തില്ലെന്നുള്ളതായിരുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ ആ വീണ്ടെടുപ്പ് സാധിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വേഗത്തിൽ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് നടന്നെങ്കിൽ വീണ്ടും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. അത് ദൈവം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.